ഹലോ ഫ്രണ്ട്സ്, പൈത്തണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻപുട്ട് ഫംഗ്ഷനെ പറ്റിയാണ് പൈത്തണിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ എക്സാമ്പിളിലോട്ട് കിടക്കാം. ഇതിനായിട്ട് നമ്മൾ ആദ്യം ഒരു സെല്ല് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ മുമ്പത്തെ എക്സാമ്പിളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് സെല്ല് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. ഒരു ഹാഷ് ഇടുക, ദെൻ 2% സിമ്പൽ, ദെൻ വീണ്ടും ഒരു ഹാഷ് പെർസെൻറ്റേജ്. അപ്പോൾ നമുക്കിപ്പോൾ ഇപ്പം ഞാൻ കഴ്സർ വെച്ചിരിക്കുന്നതാണ് സെല്ലെന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഡിഫൈൻ ആണ് DEF. ഒരു ഫംഗ്ഷൻ്റെ പേര്, ഞാനിവിടെ ഫംഗ്ഷൻ്റെ പേര് ഫുൾ നെയിം എന്ന് കൊടുക്കുന്നു. ഇതിനകത്തു നിന്നുകൊണ്ടാണ് ഞാൻ ഇൻപുട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്കിവിടെ ഫസ്റ്റ് നെയിം FN എന്നൊരു വേരിയബിളോട്ട് ഗെറ്റ് ചെയ്യാം. ഇൻപുട്ട് ഫംഗ്ഷനാണ്, ഇങ്ങനെ കൊടുക്കുക. ഇവിടെ മെസ്സേജ് എന്താണോ പ്രിന്റ് ചെയ്യേണ്ടത്, എൻ്റർ ഫസ്റ്റ് നെയിം. അതിനുശേഷം വേറൊരു വേരിയബിൾ LName എന്ന് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനകത്ത് നമ്മൾ ലാസ്റ്റ് നെയിം ഗെറ്റ് ചെയ്യുന്നു. ഇൻപുട്ട് എൻ്റർ ലാസ്റ്റ് നെയിം. ഇതിനുശേഷം ഫുൾ നെയിം എന്ന് പറഞ്ഞൊരു വേരിയബിളിൽ അത് കമ്പൈൻ ചെയ്ത് വയ്ക്കാം. ഫസ്റ്റ് നെയിം പ്ലസ് ഒരു സ്പേസ് ഇടുക, ഇതിനിടയ്ക്ക് ലാസ്റ്റ് നെയിം FN LN. ഇനി നമുക്കതൊന്ന് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ഇവിടെ നമുക്ക് പറയാം യുവർ നെയിം ഈസ് പ്ലസ് ഇട്ടിട്ട്, ഇത് സ്ട്രിങ്ങിനെ കമ്പൈൻ ചെയ്യാനാണ്, വേരിയബിളോട് കമ്പൈൻ ചെയ്യാൻ പ്ലസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഫുൾ നെയിം എന്നുള്ള വേരിയബിൾ കൊടുക്കുക. സോ ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ സേവ് ചെയ്യുന്നു. അതിനുശേഷം ഇത് റൺ ചെയ്യുക. ഇനി നമുക്ക് ആ ഫംഗ്ഷൻ്റെ പേര് ഇവിടെ എൻ്റർ ചെയ്യാം, ഫുൾ നെയിം. സോ അത് ഫസ്റ്റ് നെയിം ചോദിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ അരുൺ എന്ന് കൊടുക്കുന്നു, ലാസ്റ്റ് നെയിം കുമാർ കൊടുക്കുന്നു. സോ യുവർ നെയിം ഈസ് അരുൺ കുമാർ എന്ന് പ്രിന്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.